So good morning all. രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യാൻ നോക്കുന്നത് എന്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓഡിബിൾ അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്സുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടെർമിനോളജീസ് നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഓരോ സ്റ്റെപ്സിലും പറഞ്ഞത് എന്താണ്? ഡിഫൈനിങ് ദ വിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ, ഡിഫൈനിങ് ദ മിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ, അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ്, ടാർഗറ്റ്സ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കമ്പനിയുടെ വിഷൻ സെറ്റ് ചെയ്യുക, മിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷന്റെ വിഷൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഓർഗനൈസേഷന്റെ വിഷൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വിഷൻ എന്താണ് എന്നുള്ളതാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷന്റെ ഒരു കോമൺ മീനിങ് അല്ലെങ്കിൽ ഒരു നോർമൽ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് വിഷൻ, വാട്ട് ഈസ് യുവർ വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ആൻസർ പറയാ? ഇഫ് ഐ ആം ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ വിഷൻ, വാട്ട് വിൽ ബി യുവർ ആൻസർ? എനിവൺ?
CMA is not a vision. CMA means in 3 years you are going to become CMA and it is just a qualification. Vision means it is long-term goal of a person or long-term goal of an organization. At least ഒരു 10 വർഷം കഴിഞ്ഞാൽ what you will be, inshallah, that is your vision. It is the long-term vision എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ് മുസമ്മിൽ യു ഹാവ് ഡൺ ഇറ്റ്. Financial analyst in a football club. Okay. Excellent. So, vision means it is very long-term goal of an organization. ഇപ്പോ ഇതേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് എലോൺ മസ്ക്. ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണർ. Before 10 years, he has been asked, what is your vision? And he was telling that to conduct tourist trip to space. സ്പേസിലേക്ക് ആൾക്കാരെ ട്രിപ്പ് കൊണ്ടുപോയിട്ട് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ വിഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ 10 വർഷം മുന്നേ എല്ലാവരും ഇത് കേട്ടപ്പോ പുള്ളിനെ എന്ത് ചെയ്തു? കളിയാക്കി. ഈവൻ ബാങ്ക് പോലും എന്ത് ചെയ്തില്ല, ലോണോ ഒന്നും കൊടുത്തില്ല. അവസാനം നാസ തന്നെ എന്ത് കൊടുക്കേണ്ടി വന്നു? പൈസ കൊടുക്കേണ്ടി വന്നു ഇയാളെ ബ്രില്യൻസിന് മുന്നിൽ. സോ വിഷൻ മീൻസ് it is a very long-term goal of an organization. ഇതാണ് സിമ്പിൾ ആയിട്ട് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 വർഷം കഴിഞ്ഞിട്ടുള്ളതോ 1 വർഷം കഴിഞ്ഞിട്ടുള്ളതോ ഒന്നും എന്തല്ല, വിഷൻ അല്ല. After more than 5 years, all that comes under vision. So അതുകൊണ്ടാണ് പറഞ്ഞത് it is the statement of the future, or we can tell that vision means it is the statement about the future of a company. And based on that, a company will be defining strategy based on the vision. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു കമ്പനിക്ക് 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ആവണം എന്നുണ്ടെങ്കിൽ then that company will be defining its action plan according to this vision. So that is the connection between vision and strategy. So all company will have a vision. Vision means the statement about the future. So all companies with a vision will define their strategy based on the vision only. The action plan, the activities, the resource utilization, everything will be based on the vision. അപ്പോൾ ഒരു കമ്പനി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും കമ്പനിയുടെ ആക്ഷൻ പ്ലാൻസും എല്ലാം എന്ത് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും? ഈ വിഷൻ എന്ന് പറഞ്ഞ കാര്യം ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. So it indicates through vision is an indicator of the organization's intention. നമുക്കറിയാം ഇൻഡിക്കേറ്റർ എന്താന്നുള്ളത്. സോ ഓർഗനൈസേഷന്, ഏതൊരു ഓർഗനൈസേഷനും ഇന്റൻഷൻസ് ഉണ്ടാവും. അപ്പൊ ഓർഗനൈസേഷൻസിന്റെ ഇന്റൻഷൻസിന്റെ താല്പര്യങ്ങളുടെ ഇൻഡിക്കേറ്റർ ആണ് എന്ത്? വിഷൻ. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. What is vision? Vision means statement about the future of the company. First thing, what is the connection between vision and strategy? In any organization, the strategy will be, or the action plan will be framed according to the vision of the organization. Because through vision, or by looking into the vision, people as well as company will be able to understand the intention. Vision is giving an indication about the intention of the organization. Okay, so ഇതാണ് വിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഡിഫൈനിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഫോർമുലേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഡെവലപ്പിംഗ് വിഷൻ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്.
ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഏതാണ്? Defining the vision is the most important step in the strategic management process. കാരണം വിഷൻ ഡിഫൈൻ ചെയ്തത് പ്രോപ്പർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പിന്നെ ബിസിനസ്സും എന്താവൂല, പ്രോപ്പർ ആവൂല. അല്ലെങ്കിൽ വിഷൻ ഡെവലപ്പ് ചെയ്യുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എന്തുണ്ടാവില്ല, സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. സിമ്പിൾ ആണ്. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയും. ഒരാള് ഒരു ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ബസ് ഉണ്ടാവും, അവിടെ എവിടുക്കാ പോകേണ്ടതെന്ന് അറിയില്ല. അതിലേതെങ്കിലും ഒരു ബസ്സിൽ കാണാൻ നല്ല കുഴപ്പമൊന്നും ഇല്ലാത്ത പ്രോപ്പറായ ഒരു ബസ്സിൽ അയാൾ ചിലപ്പം കയറും, പക്ഷെ അയാൾ റോങ് ഡെസ്റ്റിനേഷനിലായിരിക്കും എത്തുക. സോ വിഷൻ ഈസ് ആക്ച്വലി ഗിവിംഗ് എ ഡയറക്ഷൻ. വിഷൻ ഈസ് ആക്ച്വലി ഗിവിംഗ് എ ഡയറക്ഷൻ. ഈ ഒരു വിഷന്റെ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടുതലായിട്ടും പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അല്ലെങ്കിൽ പ്ലസ് ടു പകുതി ആവുമ്പോൾ നമ്മളെ മനസ്സിൽ ഈ ചിന്ത വന്നു തുടങ്ങും. സോ അത് ആ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അവർ ബിസിനസ് വിൽ ബി പ്രോപ്പർ. സോ അപ്പൊ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെവലപ്പിംഗ് വിഷൻ ഒബ്ജക്റ്റീവ്സ്, ടാർഗറ്റ്സ് എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പും ഏത് തന്നെയാണ്? ഡെവലപ്പിംഗ് വിഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. കാരണം എന്താ? when the vision is not properly framed, when there is no clarity on the vision, the business will suffer, the business will struggle. ബിസിനസ്സിന് ഫ്യൂച്ചറിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിസിനസ്സിന് എപ്പോഴും ഒരു എന്താ പറയുക, സ്റ്റെബിലിറ്റി കുറവാവാനും ബിസിനസ് അൺസക്സസ്ഫുൾ ആവാനുമാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷനെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ കമ്പനീസ് റോഡ് മാപ്പ്, അല്ലെ? കമ്പനിയുടെ ഒരു GPS ആണ്. ഇപ്പൊ കമ്പനി എവിടെയാണ്, ഡെസ്റ്റിനേഷൻ എവിടെയാണ് എന്ന് ഇങ്ങനെ കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് വിഷ്വലൈസ് ചെയ്ത് കാണുന്നുണ്ടാവും. സോ ഇറ്റ് പ്രൊവൈഡ് എ റോഡ് മാപ്പ് ടു കമ്പനീസ് ഫ്യൂച്ചർ. It indicates the kind of company the management which is trying to create. ഒന്ന് കമ്പനിയുടെ ഫ്യൂച്ചറിലേക്കുള്ള റോഡ് മാപ്പ് ആണ്. രണ്ടാമത് ഫ്യൂച്ചറിൽ എങ്ങനത്തെ ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു കമ്പനി ആക്കി മാറ്റാനാണ് മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. And as we told, it is about the intention and ability of the company. Vision indicates about the intention and ability of the company to adapt new technology. And vision also specifies developing policies for organization, for customers and for society is also a part of vision. So what do you mean by policy? എന്തിനാണ് നമ്മൾ പോളിസി എന്ന് പറഞ്ഞത്? What do you understand by policy? Policy means the statement that defines what a company can do to its customers, to society, and what a company cannot do. So overall, we can tell that vision is the statement about the future. Vision gives a roadmap or direction for the company's future. Vision indicates the intention of the company and ability of the company. Vision will inform us. By reading the vision, we will understand that what kind of company the management is trying to create. And vision involves development of management policies for the customers, for employees and societies.
സോ ഒരുപാട് ഇപ്പൊ നമ്മൾ ഒരുപാട് കമ്പനീസ്, ഏത് കമ്പനീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എവറി കമ്പനി, ഓൾമോസ്റ്റ് 90 all good companies or all good organization will have vision and mission. And this vision and mission are not simple statement. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല, നമുക്കൊരു നല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നുള്ളൂ. But it is not general statement. They have the organization is giving a detailed meaning, or there is that is actually the future of the company. കാണുന്ന ആളുകൾക്ക് അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും, പക്ഷെ ആ ഒരു 2 ലൈനിലാണ് അല്ലെങ്കിൽ ആ ഒരു വേർഡിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് എന്ത് അടങ്ങിയിട്ടുള്ളത്? കമ്പനിയുടെ ഫ്യൂച്ചർ അടങ്ങിയിട്ടുള്ളത്. ചില ചെറുകിട കമ്പനീസ് എന്ത് ചെയ്യും? വെബ്സൈറ്റ് കൊടുക്കാൻ വേണ്ടി വിഷൻ എന്നൊക്കെ പറഞ്ഞെന്തെങ്കിലും കൊടുക്കും. ബട്ട് റിയൽ കമ്പനീസ് they always look into, സാധാരണ പറയാറുണ്ട് ചില കമ്പനീസ് ഒക്കെ എംപ്ലോയീസ് ഫസ്റ്റ് വന്നു കഴിഞ്ഞാല് ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ വർക്കിംഗ് ടേബിളിന്റെ ഫ്രണ്ടിൽ കമ്പനി അവരെ വിഷൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഫസ്റ്റ് തിങ് they will read is that the vision of the company, and everyone will be by hearted the vision of the company because they know എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ് കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിലുപരിയായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജോബ് ചെയ്യുന്നത് എന്നുള്ള ഒരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, ഈ രീതിയിലേക്ക് എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പനീസ് വിഷൻ എല്ലാ എംപ്ലോയീസിനോടും ഫോളോ ചെയ്യാൻ പറഞ്ഞത്. ഈവൻ CMA also have, ICMA also have vision. Sorry, ICMA, ICW, Institute of Cost Management Accountant also have vision and mission. ആർക്കെങ്കിലും അറിയോ? പ്ലീസ് ചെക്ക് ഇറ്റ്. ഓക്കെ, ഒരു അസൈൻമെന്റ് ആയിട്ട് എന്താണ് ICMA വിഷൻ, എന്താണ് മിഷൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. So Nike is, we know it's a famous company to bring innovation and inspiration to every athlete in the world. This is the vision of the Nike. Nike എന്ന് പറഞ്ഞ കമ്പനി ഡെവലപ്പ് ചെയ്യാനും ഇതായിരുന്നു കാരണം. നൈക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവരെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ കമ്പനി ആകുമ്പോൾ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് 1-2 കോച്ചസിനായിട്ട്, റണ്ണിങ് അത്ലറ്റ്സിന്റെ കോച്ചിനായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് ആ 2 റൺ ചെയ്യുന്ന അത്ലറ്റ്സിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് വെയർ ഉണ്ടാക്കി കൊടുത്തു. ആ 2 അത്ലറ്റും എന്ത് ചെയ്തു? വിൻ ചെയ്തു. അതിനുശേഷം ഓൾമോസ്റ്റ് എവറി അത്ലറ്റ്സ് ഇൻ വൺ ഒളിമ്പിക്സ് ദേ ഗിവൺ ഫ്രീ സ്പോർട്സ് വെയേഴ്സ്. അത് സ്പൈക്സ് ആവട്ടെ, എന്താ പറയാ റണ്ണിങ് ഷൂസ് ആവട്ടെ, ബാക്കി സ്പോർട്സ് ജേഴ്സീസ് ആവട്ടെ, എല്ലാം നൈക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അതോടുകൂടിയിട്ടാണ് ആ കമ്പനിയുടെ വളർച്ച സ്റ്റാർട്ട് ചെയ്തത്. അതായത് അത്ലറ്റിക്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ് എന്തായിട്ട് മാറി? നൈക്കായിട്ട് മാറി. അത്ലറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് വെയേഴ്സിൽ ശരിക്കും ഇതൊരു എന്താ പറയാ, നൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഓണർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് US-ഉം ജപ്പാനും, US-ൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ജപ്പാനിലെ ഈ എന്താ പറയാ സ്പോർട്സ് ഫുട്വെയർ വളരെ ചീപ്പിൽ കിട്ടുമായിരുന്നു. അങ്ങനെ ജപ്പാനിന് സാധനങ്ങൾ ഇറക്കിയിട്ട് US-ൽ വിൽക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ കമ്പനിയാണ് നൈക്ക്. പക്ഷെ ഇതിനെ ഇനി ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡ്ലാൻഡ് ഈസ് ദർ, അല്ലെങ്കിൽ ലീ കൂപ്പർ ഈസ് ദർ. ഇതും ഫുട്വെയർ ബ്രാൻഡ്സ് ആണ്. പക്ഷെ ഇവരെ വിഷൻ എന്താണ്? ടു ബിക്കം എ നമ്പർ 1 ബ്രാൻഡ് ഇൻ ദ അത്ലറ്റ് വെയർ ഓർ സ്പോർട്സ് വെയർ. സോ അവിടുന്ന് അങ്ങനെ ഒരു വിഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ വിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അവരെന്താക്കി, പിന്നെ അവരെ ആക്ഷൻസ് മുഴുവൻ അവരെന്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തത്? ഏറ്റവും നല്ല സ്പോർട്സ് ഇവന്റ് ഏതാണ്? ഒളിമ്പിക്സ് ആണ് ഏറ്റവും ബെസ്റ്റ്, വേൾഡിലെ തന്നെ ഫെയിം ആയിട്ടുള്ള സ്പോർട്സ് ഇവന്റ്, എല്ലാ സ്പോർട്സും ഉള്ള ഇവന്റ്, എല്ലാ വേൾഡിലെ അത്ലറ്റ്സും വരുന്ന ഇവന്റ്, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരുടെ കോച്ചസിനെ ഐഡന്റിഫൈ ചെയ്തു.
കോച്ചസിനോട് പറഞ്ഞു എന്ത് അവരുടെ അത്ലറ്റ്സിന് മുഴുവൻ എന്ത് ചെയ്യും, നൈക്ക് ഫ്രീ ആയിട്ട് അവരുടെ പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്യും. അങ്ങനെ പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വർടൈസ്മെന്റ് ദേ മെയ്ഡ്. കാരണം ഈ പ്രൈസ് കിട്ടിയ ആൾക്കാരൊക്കെ അതിന്റെ കൂടെ എന്തിനും നന്ദി പറഞ്ഞു, നൈക്കിനും കൂടെ നന്ദി പറഞ്ഞു. കാരണം പുതിയൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ എന്താ പറയുക, അതോടുകൂടി എല്ലാ ബാക്കിയുള്ള അത്ലറ്റ്സും ആ ഒരു ബ്രാൻഡ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ഒളിമ്പിക്സിൽ ഇവരെ എല്ലാ അത്ലറ്റ്സിനും ഇവരെ സ്പോർട്സ് വെയർ ഫ്രീ ആയിട്ട് കൊടുത്തു. അതോടുകൂടി സ്പോർട്സ് ഇൻട്രസ്റ്റഡ് കമ്മ്യൂണിറ്റി ഫുള്ള് നൈക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദേ ബിക്കെയിം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്. ഈവൻ നൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നൈക്ക് നല്ലായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്, വെറും $30 നൈക്ക് എന്നുള്ള ഈ ഇതിന്റെ ലോഗോ, പേര്, രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. Even at that time, Adidas was there, Puma was there. So that is the story of Nike. ഇനി പറഞ്ഞത്, നമ്മളൊരു കമ്പനിയുടെ വിഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ വിഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് 3 എലമെന്റ്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. While we are defining the vision of our organization, while we are designing the vision of our organization, we should consider 3 elements. First element is the mission statement. And the mission statement എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, we should be clear on what business our company is presently doing, which means who we are at presently, who we are and where we are now. This is very important. While defining the vision, we should clearly understand where are we now and who are we now. And then we have to plan where we are going. Then only the strategic vision will be proper. So vision define ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നെന്താണ്, who are we, രണ്ടാമത്തത് where are we at present, മൂന്നാമത്തത് where we have to go. ഈ 3 കാര്യങ്ങളും ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാലാണ് ഒരു ഓർഗനൈസേഷനിൽ എന്തുണ്ടാവുള്ളൂ, വിഷൻ ഉണ്ടാവുള്ളൂ. ഈ 3 കാര്യത്തിന്റെയും ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർഗനൈസേഷന്റെ ടീമില്, ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന് എന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. So next is purposes of vision. So ഇത് ഓൾമോസ്റ്റ് റിപ്പീറ്റിംഗ് തന്നെയാണ്. നമ്മൾ പറഞ്ഞ റോഡ് മാപ്പ് ടു ദി ഓർഗനൈസേഷൻ ആണ് വിഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ റോഡ് മാപ്പ് ടു ദി ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ദ സെയിം തിങ് ഈസ് റിപ്പീറ്റഡ്. ഇറ്റ് ഈസ് പ്രൊവൈഡിംഗ് ഡയറക്ഷൻ ടു ദ കമ്പനി ദാറ്റ് വാണ്ട്സ് ടു ഫോളോ. വിഷൻ ഈസ് ആക്ച്വലി ദ റോഡ് മാപ്പ് ടു ദ ഓർഗനൈസേഷൻ, or vision is actually giving the direction to the company where they have to go. Vision is giving the destination, or vision is giving the destination point for the company. And vision helps, or vision understand the requirement of changing from existing direction or products. So the need for changing from existing direction or products is stated in vision statement. So some companies, ഇപ്പൊ നമ്മൾ ചില കമ്പനീസ് നോക്കുമ്പോൾ കാണാം, കമ്പനി ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഇറക്കുക. ആ കമ്പനി എന്താണ്, പല രീതിയിലുള്ള അല്ലെങ്കിൽ പല ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ട്സും ഇറക്കും. കാരണം എന്താ, ബിക്കോസ് ദേ ആർ ചേഞ്ചിങ് ദെയർ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ബിക്കോസ് ഓഫ് ദ വിഷൻ സ്റ്റേറ്റ്മെന്റ്. ഒരു കമ്പനിയുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ വേൾഡിലെ എന്താണ് ടോപ്പ് 10 കമ്പനീസിൽ ഒരു കമ്പനി ആവുക എന്നുള്ളതായിരിക്കും എന്ത്, കമ്പനിയുടെ
വിഷൻ. ഇപ്പൊ ടെസ്ലയുടെ ഒക്കെ പോലെ വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കമ്പനി ആവുക എന്നുള്ളതാണ് എന്ത് ടെസ്ലയുടെ വിഷൻ. വേൾഡിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ടെസ്ലയുടെ ബിസിനസ് ഡൈവേഴ്സിഫൈഡ് ആണ്. സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി സ്പേസ് ഷട്ടിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെസ്ല എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിൻ ആണ്, അത് എന്താ പറയുക വെഹിക്കിൾസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഈവൻ ടെസ്ല ഈസ് ഇൻ ടു റിയൽ എസ്റ്റേറ്റ്, ടെസ്ല ഈസ് ഇൻ ടു ബിറ്റ് കോയിൻ. So they are actually, they want to become the number one company in the world. World top 10 companies revenue generation എപ്പോഴും ടോപ്പ് 10 ഇരിക്കുക എന്നുള്ളതാണ് ടെസ്ലയുടെ വിഷൻ. സോ അത് എന്താണോ വിഷൻ അതിനനുസരിച്ചിട്ട് കമ്പനി അവരുടെ പ്രൊഡക്ട്സ്, അവരുടെ സർവീസ് ഇതെല്ലാം എന്ത് ചെയ്യും, മാറ്റിക്കൊണ്ടിരിക്കും. സോ വിഷൻ വിൽ ഗീവ് or vision will act as a reason or vision will bring the necessary changes in the services of the products or direction of the company. Vision will create a passionate environment in the organization. ഇപ്പൊ സാധാരണ ഒരാള് ജോബിന് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന്, what you will do for if we hire you, what you will do for our company, what you can contribute to our company. ഈ ക്വസ്റ്റ്യൻ റെഗുലർ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് അല്ലെങ്കിൽ HR മാനേജേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. if we hire you, what will be your contribution or what you can do to the company. പല ആളുകളും ഇതിന് എന്താ പറയാ പല ആൻസർ പറയും. എനിക്ക് അതറിയാം, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. The correct answer is that assure that if you are going to get selected, while you are going to a company, read their vision. നിങ്ങളൊരു ഫ്യൂച്ചറിൽ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ you should know what is the vision of the company. And if you are telling to the HR that I know that this is the vision of the company and I will be a team member to achieve this vision, that is more than enough. സാധാരണ ഞാൻ HR വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനൊരു 100 ആൾക്കാരോട് ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 90 ആൾക്കാരും പറയുന്നത് they can do this, they can do that, they can do this. പക്ഷെ 10 ആൾക്കാർ മാത്രമാണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ എന്താന്ന് മനസ്സിലാക്കിയിട്ട് വരുള്ളൂ, വന്നിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു പറഞ്ഞുള്ളൂ. അങ്ങനത്തെ ആൾക്കാരെ എടുക്കാനാണ് കമ്പനി ആവശ്യപ്പെട്ടത്. ബിക്കോസ് ദാറ്റ് ഈസ് കോൾഡ് കോമൺ സെൻസ്. കാരണം നമ്മുടെ മുന്നിൽ ആൾ വരുമ്പോൾ ഏതൊരാളാണെങ്കിലും അയാൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഒറ്റയടിക്ക് ഒരിക്കലും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. But understanding what is the vision and what can contribute it, or we can be a team member, at least you're a team player to achieve that vision, that is more important. So vision always will create passionate environment in the organization. Organization എപ്പോഴും ഒരു ഡൈനാമിക് അല്ലെങ്കിൽ ഒരു വൈബ്രന്റ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇപ്പൊ ഒരു ഡെസ്റ്റിനേഷൻ നമ്മളിപ്പോ ഒരു ഇതുവരെ കാണാത്ത, നമ്മളെ മനസ്സിൽ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് വെക്കുക. അതുപോലെയാണ് നമ്മളൊരു ഓർഗനൈസേഷന്റെ വിഷൻ. അത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളൂ, മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളൂ, റിയൽ ആയിട്ട് എത്തിയിട്ടില്ല. നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി everyone will be passionated, because management will be passionated, because their profit will going to definitely increase and their dream is going to come. ഇപ്പൊ നമ്മൾ മറ്റേ ഈ റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഗവൺമെന്റിനെക്കാട്ടിലും ആകാംക്ഷയും ഗവൺമെന്റിനെക്കാട്ടിലും എനർജിയും ഗവൺമെന്റിനെക്കാട്ടിലും ഒരു ഇൻസ്പിറേഷനും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് ആ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞത് അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അതുപോലെയാണ് ഒരു കമ്പനിയുടെ വിഷൻ. ഒരു കമ്പനിയിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു എംപ്ലോയി അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിസ് കോൺട്രിബ്യൂഷൻ ഈസ് എ പാർട്ട് ഓഫ് ദ വിഷൻ. ഹി വിൽ ബി റിമെമ്പേർഡ് ഇൻ ദ ഫ്യൂച്ചർ ഫോർ ദ achievement of vision. So vision, without vision no one will be dynamic, no organization will be dynamic. But if there is a vision, there will be a passionate environment in the organization. People will start to love their job. That is the another importance of vision. You will start to love your job. And vision actually creates creativity in every member of the company to prepare company for the future. ഈ ഒരു വിഷൻ ആണ് എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ,
ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, പ്ലീസ് ചേഞ്ച് ഓൾ ദ MBA സിലബസ് ഡിയർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. കാരണം MBA മോസ്റ്റ് ഓഫ് ദി ഈവൻ UK യൂണിവേഴ്സിറ്റീസ് വരെ, UK യൂണിവേഴ്സിറ്റിക്ക് വരെ എന്തുണ്ട്, അവരൊരു സിലബസ് ഉണ്ട്, ബുക്ക് ഉണ്ട്. ആൻഡ് ഓൾ ദാറ്റ് തിങ്സ് ദാറ്റ് ടെൽ അബൌട്ട് ബിസിനസ് ഈസ് pre-corona or pre-COVID. ബട്ട് പോസ്റ്റ് കോവിഡ് വന്നതോട് കൂടിയിട്ട് എന്ത്, ബിസിനസിന്റെ എല്ലാ എൻവയോൺമെന്റും മാറ്റം വന്നു, ബിസിനസിന്റെ സ്ട്രാറ്റജീസിൽ മാറ്റം വന്നു, ബിസിനസിന്റെ എൻവയോൺമെന്റിൽ മാറ്റം വന്നു, ബിസിനസിന്റെ വേ ഓഫ് പെർഫോമൻസിൽ മാറ്റം വന്നു. ഇനി ആ പഴയ കാര്യം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, എക്സാം എഴുതാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. റിയൽ ആയിട്ട് നമ്മൾ എന്താ പറയാ, മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിയില്ല, നട്ടം തിരിയും. നേരെ മറിച്ച് അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷൻ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ എന്തുണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, അവരെ ഭാഗത്ത് നിന്ന് പുതിയ ഇന്നോവേഷൻസ് വരും. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ഓണ്ടർപ്രണർഷിപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഓരോ എംപ്ലോയിയും എന്താണ്, ഒരു എന്റർപ്രണർ ആണ്, അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആണ്. ഓണ്ടർപ്രണർ ഇസ് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിയും എന്ത് വെച്ചിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, ഫിനാൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ലേബർ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ യു ആർ യൂസിങ് ഫൈനാൻസ്, യു ഹാവ് എ ടീം ഓഫ് സബോർഡിനേറ്റ്സ്, യു ആർ യൂസിങ് ദ റിസോഴ്സസ് ഓഫ് ദ കമ്പനി. ആക്ച്വലി ഒരു ഓർഗനൈസേഷനിൽ എല്ലാ സീനിയർ ലെവൽ എംപ്ലോയീസിനെയും എന്തായിട്ട് കണക്കാക്കാൻ പറ്റും, എന്റർപ്രണർ ആയിട്ട് കണക്കാക്കാൻ പറ്റും. കാരണം എന്റർപ്രണർ എന്താ ചെയ്യുന്നത്, ഈ മൂന്ന് കാര്യം മിക്സ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഒരു സീനിയർ ലെവൽ എംപ്ലോയി എന്താ ചെയ്യുന്നത്, അയാളെ ടീമിനെ വെച്ചിട്ട് അയാളെ ഡിപ്പാർട്ട്മെന്റിനെ പ്രോഫിറ്റബിൾ ആക്കാൻ നോക്കുന്നത്. ദിസ് ഈസ് വാട്ട് എ കമ്പനി ഈസ് ഡൂയിങ്. സോ the purpose of vision is that it gives direction to the company, it informs the company whether there is a requirement of change in direction, it creates a dynamic environment and excitement in the employees, it improves the creativity of employees, and it promotes the entrepreneurship among the employees. And next is benefits of vision. Almost same തന്നെയാണ്. എന്താണ്, it gives inspiration to employees, it will give a future, or it will understand the company that how it will look like in future, it will create a common sense of purpose, it will improve the competitiveness of the company, it ensures or it promotes risk taking in the business and experimentation, it makes the business to think in a long term perspective, and it will benefit in the people. So ഇത്രയാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, വിഷൻ എന്നുള്ളതിൽ പറയാനുള്ളത്. സോ വിഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറിയൊരു ക്ലാരിറ്റി ആയോ? എനി ഡൗട്ട്സ്? Can I move to the next topic? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാനുള്ള എന്താണ്, വിഷൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഡിഫൈനിങ് വിഷൻ ആൻഡ് മിഷൻ ആയിരുന്നു അല്ലെ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫൈനിങ് വിഷൻ ആൻഡ് മിഷൻ എന്നായിരുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു വിഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇനി മിഷൻ എന്താന്നുള്ളതാണ്. മിഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, വിഷൻ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ മിഷൻ പ്രോപ്പർ ആയിരിക്കണം. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞ എന്താണ്, who we are and what we are doing now. ഇതിനെയാണ് നമ്മൾ മിഷൻ എന്ന് പറഞ്ഞത്. ഒന്നും കൂടെ മനസ്സിലാവുന്ന രീതിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് ലോങ് ടേം ഗോൾ ആണ്. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതിനെല്ലാം നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, മിഷൻ.
So mission means all the activities done and principles followed to achieve the vision. Vision achieve ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മിഷൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞതാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് വേർ വി ആർ നൗ and what we are currently doing. At present, where are we? What is the status of our company? Mission statement means the statement that says at present what is the position of the company and at present what we are doing to achieve the vision. ഇപ്പൊ നമ്മുടെ പൊസിഷൻ എന്താണ്, ഇപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട്, വിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മിഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. മറ്റത് നമ്മൾ വിഷനെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫ്യൂച്ചർ എന്നാണ്. ഇവിടെ എന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് എ എൻഡ്യൂറിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. And it is the purpose or reason for its existence. Mission statement is the mission is the purpose or reason for its existence. So നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, thus a mission statement describe the purpose of the company, its present business, and it announce what is company providing to the society, what the company is trying to provide to the society, whether it is a product or service, and what are their features. So mission means it is a statement of general instruction. It describes about the purpose of the company, the present business of the company, and why the company is doing this business and where the company want to go. It also says about in what business the company, what product they are serving or what services they are serving to the society. So mission also informs about the philosophy or purpose, means the values, beliefs and principles of the business operation. Mission also indicates about the values, beliefs, principles and philosophy of the company in their business. ഈ മിഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെ രണ്ട് രീതിയിൽ ഒരു കമ്പനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. That can be either product oriented or can be customer oriented. So there are two types of mission statement. One statement is product oriented and next statement is customer oriented. So product oriented mission statement എന്താ പറയാ, focus on the characteristics of the product. പ്രൊഡക്റ്റ് ഓറിയന്റഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പൊ എന്താണ് പ്രൊഡക്റ്റ്, ഇപ്പൊ ആ പ്രൊഡക്റ്റ് എന്തിനൊക്കെ പറ്റും, എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളാണെന്ന് പ്രൊഡക്റ്റ് ഓറിയന്റഡ് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയാം. ഇനി കസ്റ്റമർ ഓറിയന്റഡ് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയാ, എങ്ങനെയാണ് കറന്റ്ലി കസ്റ്റമേഴ്സിന് ഒരു കമ്പനി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കസ്റ്റമേഴ്സിന് എങ്ങനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കസ്റ്റമർ ഓറിയന്റഡ് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയാം. അതായത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ് കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്യും. കസ്റ്റമർ ഓറിയന്റഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ് കൂടുതലായിട്ട് കസ്റ്റമർ നീഡ്സിനെ, പ്രൊഡക്റ്റിനെക്കാട്ടും കൂടുതൽ കസ്റ്റമർ നീഡ്സിനെ അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ ഫോക്കസ് ചെയ്യും. ഇതാണ് എന്ത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് കസ്റ്റമർ മിഷൻ സ്റ്റേറ്റ്മെന്റും കസ്റ്റമർ ഓറിയന്റഡ് മിഷൻ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷനിൽ പറഞ്ഞ പോലെ തന്നെ മിഷനെ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Thus overall we can tell mission includes the information about the products and services offered by the company, technology used by the company, market served by the company, customer satisfaction process by the company,
എബിലിറ്റീസ് ഓർ കോമ്പിറ്റൻസീസ് ഓഫ് ദി കമ്പനി. ഇതെല്ലാം അടങ്ങിയ കാര്യത്തിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മിഷൻ എന്ന് പറഞ്ഞത്. ഇത് പ്രോപ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിക്ക് വിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് റൈറ്റ് പ്രൈസിൽ സെല് ചെയ്താലേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ വിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് മാർക്കറ്റ് സെർവ് ചെയ്ത് കഴിഞ്ഞാലാണ് കമ്പനിക്ക് അതിന്റെ വിഷൻ എത്താൻ പറ്റുള്ളൂ. കസ്റ്റമേഴ്സ് നീഡ് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് കമ്പനിക്ക് അതിന്റെ വിഷനിൽ എത്താൻ പറ്റുള്ളൂ. കമ്പനിയുടെ കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് കമ്പനിക്ക് അതിന്റെ വിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ, വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, ഗോൾ, ടാർഗറ്റ്, ഇത് എല്ലാം ഒന്നാണോ? വിഷനും മിഷനും ഒന്നല്ല, നമുക്ക് മനസ്സിലായി. വിഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം മിഷൻ. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് whether mission, purpose or objective or goal or target are the same. ഇത് ഒന്നാണോ അതോ ഡിഫറെന്റ് ആണോ? ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? മിഷനും ഒന്നല്ല. മിഷൻ ഈസ് ഡിഫറെന്റ്, വിഷൻ ഈസ് ഡിഫറെന്റ്, that we already discussed. Now the question is whether mission is same as objective or goal or target of the company or there is difference. Difference undo ille? Yes or no? Is there any difference or not a difference? യെസ് അല്ലേ? അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത് ഒബ്ജക്റ്റീവ് എന്നൊക്കെ വീണ്ടും പഠിക്കേണ്ടി വരുന്നത്. സോ വിഷൻ ആൻഡ് മിഷൻ ആർ ഡിഫറെന്റ്. മിഷൻ, പർപ്പസ്, ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾ ആർ ഡിഫറെന്റ്. മിഷൻ, ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് ആർ ഡിഫറെന്റ്. പക്ഷെ ഇത് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലും ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു അക്കാഡമിക് സിസ്റ്റം ആയിക്കോട്ടെ, ഈ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഇന്റർചേഞ്ചബിൾ ആയിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിഫറെന്റ് ആണ്, പക്ഷെ ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് മാത്രമാണ് ഈ ടെർമിനോളജീസ് ആക്ച്വലി വരുത്തുന്നത്. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. So purpose and mission. So purpose and mission is almost the same. Only the difference is purpose is the concept of the management about the organization and its service in doing the mission to the society. So mission എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what we are doing and where what is our position, ഇതാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നത്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ട് ഈസ് ദ presently what we are doing and what is the intention of the company in future. മനസ്സിലായോ? മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at present what we are doing and what is our present situation, what is our present position, ഇതാണ് മിഷൻ. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റ് ആണ് ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള. എന്താണ് ആ കോൺസെപ്റ്റില്? മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ത് ആക്ടിവിറ്റീസിലാണ് ഇപ്പൊ ഓർഗനൈസേഷൻ ഇൻവോൾവ് ആയിട്ടുള്ളത്, എന്താണ് ഓർഗനൈസേഷന്റെ ഫ്യൂച്ചറിലേക്കുള്ള ഇന്റൻഷൻ.
ഇതാണ് മിഷനും പർപ്പസും തമ്മിലുള്ള ഡിഫറൻസ്. പർപ്പസ് ആവുമ്പോൾ അതിലൂടെ എന്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് exactly what activities the organization intends to engage in now and in future. മിഷൻ ആണെന്നുണ്ടെങ്കിൽ കറന്റ് എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പർപ്പസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് എന്തിലൂടെ വരുന്നത്, പർപ്പസ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ്. ക്ലിയർ ആയോ? മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് അവർ കറന്റ് പൊസിഷൻ ആൻഡ് വാട്ട് ആർ വി ഡൂയിങ് ആൻഡ് വൈ ആർ വി ഡൂയിങ് ദാറ്റ്, ഇതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മിഷൻ എന്ന് പറഞ്ഞത്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് എന്ത്, വാട്ട് കറന്റ്ലി വി ആർ ഡൂയിങ് ആൻഡ് വാട്ട് ആർ ദ പ്ലാൻസ് ടു ഡു, വാട്ട് ആർ അവർ പ്ലാൻസ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, അത് ആഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും, പർപ്പസ് എന്ന് പറയും. ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ്, മിഷൻ എന്നാലും പർപ്പസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. പർപ്പസിൽ ഫ്യൂച്ചർ പ്ലാനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. മിഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എൻ ഇന്റൻഷൻ ഓഫ് ദ കമ്പനി. ഇറ്റ് ഇൻക്ലൂഡ്സ് ബിസിനസ് ഫിലോസഫി, ഇറ്റ് ഇൻക്ലൂഡ്സ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കസ്റ്റമേഴ്സ് activities done to improve the customer satisfaction, products and service offered by the company, technology adopted by the company, etc. So overall we can tell that mission and purpose are actually the intention of the company. Now we are going to discuss about requirement of a mission. Why a company need to develop a mission? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കമ്പനി മിഷൻ എന്ന് പറഞ്ഞ മിഷൻ എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വൈ എ കമ്പനി നീഡ്സ് എ മിഷൻ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്, കമ്പനി നീഡ്സ് എ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർ ഡെവലപ്പിംഗ് സ്ട്രാറ്റജി or for achieving the mission. Mission achieve ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, obviously mission വേണം. So that is what we know. What are the requirement of mission? So why there is a need for mission, or what is the requirement for a mission? This is the next topic we are going to discuss. Why mission is required? Mission is required to maintain unanimity of purpose within the organization. The unanimity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ acceptance by all the people. To get acceptance on the purpose, mission is required for the company. Mission is actually creating the acceptance. എല്ലാവരുമുള്ള ആക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ വിഷനുമായിട്ടുള്ള ആക്സെപ്റ്റൻസ് ആയിക്കോട്ടെ, ഓർഗനൈസേഷന്റെ പർപ്പസുമായി ബന്ധപ്പെട്ട ആക്സെപ്റ്റൻസ് ആയിക്കോട്ടെ, ഇത് മിഷൻ ഡെവലപ്പ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓർഗനൈസേഷനിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മിഷൻ ഈസ് റിക്വയർഡ് ഫോർ പ്രോപ്പർ അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു ഓർഗനൈസേഷന്റെ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്, മിഷൻ ആവശ്യമാണ്. പിന്നെന്താണ്, ടു ക്രിയേറ്റ് എ ഗുഡ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, മിഷൻ ഈസ് റിക്വയർഡ്. And mission is required to serve as a focal point to understand the purpose of the organization. If a person is working and if you want to understand the purpose of the existence of the organization, mission is required. And mission is actually converting the purpose into goals and
പാരാമീറ്റേഴ്സ് വിച്ച് ക്യാൻ ബി അസസ്ഡ് ആൻഡ് കൺട്രോൾ. ഈ മിഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും. So these are the need for mission. First എന്താണ്, mission creates a unanimity of purpose within the organization. Mission, through mission every people will be involved or will understand or will accept about the purpose of the organization. Second is that it motivates the employees and it helps in maximum utilization of resources. റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കും, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. ആൻഡ് ദർ വിൽ ബി എ സ്റ്റാൻഡേർഡ് ഫോർ അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഓരോ റിസോഴ്സസും ഏത് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, എത്ര യൂസ് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് മിഷൻ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. And next, it will be a focal point for the clarity of the purpose of the organization. Through mission statement, the people understand what is the actual intention as well as the purpose of the organization. And there will be, mission helps to set goals and objectives properly. Mission ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് പ്രോപ്പർ ആയിട്ട് ഗോൾസും ഒബ്ജക്റ്റീവ്സും എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് കമ്പനിനെ പെർഫോം ചെയ്യിപ്പിക്കാനും കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. ദീസ് ആർ ദി objectives of or benefits of or requirement of a mission statement. ഇനി ചെറിയ രണ്ട് ടോപ്പിക് കൂടെ പറയാം. ഫോർമുലേഷൻ ഓഫ് ഓർഗനൈസേഷണൽ മിഷൻ. എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷന്റെ മിഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ എന്തിൽ പറഞ്ഞത്, ഫോർമുലേഷൻ ഓഫ് ഓർഗനൈസേഷണൽ മിഷൻ എന്ന് പറഞ്ഞത്. സോ ഫസ്റ്റ് എന്താണ്, മിഷൻ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ അവർ എക്സിസ്റ്റിംഗ് ബിസിനസ്. ഫസ്റ്റ് കൺസെപ്റ്റ്, നമ്മളൊരു ഓർഗനൈസേഷൻ്റെ നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ബേസ്ഡ് ഓൺ അവർ കറന്റ് ബിസിനസ്, വിച്ച് മീൻസ് ഹൂ വി ആർ ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് അറ്റ് പ്രസന്റ്. And while we are making mission statement, it should have long-term strategic principles. Long-term, even by making mission statement, it should be focused to achieve vision. എന്താണ് ലോങ് ടേം സ്ട്രാറ്റജിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്, കമ്പനിയുടെ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിഷൻ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇനി മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമായിരിക്കരുത് കമ്പനിയുടെ ഒരു പർപ്പസ്. എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കാപ്പബിലിറ്റി ഡെവലപ്മെന്റ്, ഇതൊക്കെ മിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ബിസിനസിന്റെ കാപ്പബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെന്താണ്, അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മിഷനിൽ ഇൻവോൾവ് ചെയ്യേണ്ടത്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം എന്ത്, മിഷൻ. കസ്റ്റമേഴ്സിന്റെയും സൊസൈറ്റിയുടെയും ഇൻട്രസ്റ്റിന് മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു ഓർഗനൈസേഷൻ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ആ എംപ്ലോയിക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ കമ്പനി ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യു ഇൻ ദ കമ്പനി. ഒന്ന് കമ്പനിയുടെ പർപ്പസ് എന്താണ്, കമ്പനിയുടെ ഇന്റൻഷൻ എന്താണ്, ആ എംപ്ലോയിയുടെ കമ്പനിയിലുള്ള പർപ്പസ് എന്താണ്, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതിനെന്ത് സഹായിക്കും, മിഷൻ സ്റ്റേറ്റ്മെന്റ് സഹായിക്കും. ഇനി ഒരു കമ്പനി സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മിഷൻ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ആ കമ്പനി ജനറൽ ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒരു കമ്പനിയുടെ മിഷൻ സക്സസ്ഫുൾ ആവണമെങ്കിലും ഒരു കമ്പനി അതിന്റെ വിഷനിൽ എത്തണം എന്നുണ്ടെങ്കിലും ആ കമ്പനി ജനറൽ ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? കോമൺ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം, അല്ലെങ്കിൽ സക്സസ്ഫുൾ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എന്ന് പറയാം. ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ്? ഓർഗനൈസേഷൻ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്? അറ്റ്ലീസ്റ്റ് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസിന് ഈക്വൽ ആയിട്ട്, അറ്റ്ലീസ്റ്റ് പ്രൈസിന് ഈക്വൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യണം, കസ്റ്റമർക്ക് കൊടുക്കണം.
ഇനി കോമ്പറ്റീറ്റേഴ്സ്, ബാക്കി നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ഓഫർ ചെയ്യാത്ത എന്തെങ്കിലും ഒരു അഡീഷണൽ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് കൊടുക്കാൻ പറ്റണം. എന്തെങ്കിലും ഒരു ചെറിയ അഡീഷണൽ സർവീസ്, ഈവൺ അത് പാക്കേജിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്കൗണ്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫീച്ചർ അഡീഷണൽ ആയിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട് നമ്മൾ നോക്കണം. പിന്നെ എപ്പോഴും കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജി ക്വാളിറ്റി ഓറിയന്റഡും കോമ്പറ്റീറ്റീവ് ആയിരിക്കണം. പിന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ലോങ് ടേം ആയിട്ട് സെറ്റ് ചെയ്യണം. എപ്പോഴും ഷോർട്ട് ടേം പ്രോഫിറ്റിന് വേണ്ടി ബിസിനസ് വർക്ക് ചെയ്യരുത്. എംപ്ലോയീസിന് എന്താ പറയാ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ നീഡ്സിനും ആസ്പിറേഷൻസിനും അനുസരിച്ചിട്ടുള്ള ബിസിനസ് ആണ് എപ്പോഴും കമ്പനി എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. എപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ എപ്പോഴും അവർ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. So that is about the general principles of successful business. ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സും ടാർഗറ്റ്സും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗോൾസും ഒബ്ജക്റ്റീവ്സും ടാർഗറ്റ്സും എന്താണ്? ഒബ്ജക്റ്റീവ്സും ടാർഗറ്റ്സും എന്താണ്? സെയിം തന്നെയാണ്. എന്താണ്? ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യേണ്ട ക്വാളിറ്റേറ്റീവ് റിസൾട്ടിനെയോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ടിനെയോ ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. എന്തെന്നാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, വിഷൻ സെറ്റ് ചെയ്യും. ആ വിഷൻ സെറ്റ് ചെയ്യുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്, നമ്മളെ മിഷൻ ബേസ് ചെയ്തിട്ടാണ്. എന്നിട്ട് ആ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടാർഗറ്റ്സ് വർഷത്തിനും മാസത്തിനും ഒക്കെ എന്ത് ചെയ്യും, റവന്യൂവിന്റെ ബേസിലായിക്കോട്ടെ, കസ്റ്റമർ കൗണ്ടിന്റെ ബേസിലായിക്കോട്ടെ, പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിന്റെ ബേസിലായിക്കോട്ടെ, ബഡ്ജറ്റിന്റെ ബേസിലായിക്കോട്ടെ നമ്മൾ സെറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ടാർഗറ്റ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ എന്താണ്, നമ്മളെ ഇത് പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ്സും ടാർഗറ്റ്സും സെറ്റ് ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സും ടാർഗറ്റ്സും ഒന്നാണ് നമ്മൾ കണ്ടു. ഇനി ഗോൾസും ഒബ്ജക്റ്റീവ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഗോൾസും ഒബ്ജക്റ്റീവ്സും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജനറൽ ടാർഗറ്റ്സ് ആണ്. ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് ടാർഗറ്റ്സ് ആണ്. Objectives helps to achieve mission and goals. It is basis for strategic decision making. It will be based on organization environment. It should be understood by each member of the organization, and it is used for controlling the performance of organization. Ini goals nu പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ, goals എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ടൈം ഓറിയന്റഡ്. ഒരു ഗോൾ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താണ്, ടൈം സ്പെസിഫിക് ആയിരിക്കും. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അത് നേടേണ്ടിയിരിക്കും. ഇറ്റ് ഷുഡ് ബി ചലഞ്ചിങ്. എന്താണ്, ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല, കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. എപ്പോഴും എംപ്ലോയീസിനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഗോൾ എന്നുള്ളത്. സ്പെസിഫിക് ആയിരിക്കും. എന്താണെന്നുള്ളത് എന്താ പറയാ, ഇപ്പൊ മുസമ്മിൽ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അനലിസ്റ്റിന്റെ ഫുട്ബോൾ ക്ലബ്, ആ ക്ലബിന്റെ പേരും കൂടെ വരും, ആ രീതിയിലായിരിക്കും. അപ്പൊ അതെന്തായിട്ട് മാറും, ഗോളായിട്ട് മാറും. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ലിമിറ്റേഷൻ. ഗോളിന് എപ്പോഴും എന്തുണ്ടാവും, ഒരു ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലിമിറ്റ്സിന്റെ ഉള്ളിൽ നിന്നിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഗോള് അച്ചീവ് ചെയ്യേണ്ടത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒബ്ജക്റ്റീവ്സിന് എന്തുണ്ടാവില്ല, ടൈം ബൗണ്ടറി ഉണ്ടാവില്ല. ഗോളിന് എന്തുണ്ടാവും, ടൈം ബൗണ്ടറി ഉണ്ടാവും. ഗോൾ എപ്പോഴും കോൺക്രീറ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ തിങ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് എപ്പോഴും ജനറൽ ആയിരിക്കും. ഒബ്ജക്റ്റീവിൽ എന്താണ്, ലിമിറ്റേഷൻസ് കുറവായിരിക്കും. ഗോൾ എന്താണ്, ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ്സിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗോൾസ് സെറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഏതൊരു ഓർഗനൈസേഷനും ആ ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് സെറ്റ് ചെയ്യണം, ഗോൾസ് സെറ്റ് ചെയ്യണം, പോളിസീസ് സെറ്റ് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, വിഷനും മിഷനും ഉണ്ടായിരിക്കണം.
ഇതാണ് എന്ത് എലമെന്റ്സ് ഓഫ് സ്ട്രാറ്റജി. ഇവിടെ ഡിഫറൻസ് ഒന്നും കൂടി ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത് ലോങ് ടേം റിസൾട്ട്സിനെ നമ്മൾ ലിറ്ററലി എന്ത് വെച്ചിട്ടാ പറയാനുള്ളത്? അച്ചീവ്മെന്റ് ഓഫ് ലോങ് ടേം റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലോങ് ടേം റിസൾട്ട് എന്ന് പറഞ്ഞത്. അച്ചീവ്മെന്റ് ഓഫ് ഷോർട്ട് ടേം റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. അതായത് ഷോർട്ട് ടേം റിസൾട്ടിന് ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പറയും, ലോങ് ടേം റിസൾട്ട്സിനെ ഗോൾ എന്ന് നമ്മൾ പറയും. ഗോളിന് എപ്പോഴും ഉണ്ടാവില്ല. ജൂലൈ 10, 11 ശനി ഞായർ ദിവസങ്ങളിലായി. ഗോൾസ് സ്പെസിഫിക് ആയിരിക്കും, ഒബ്ജക്റ്റീവ്സ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. ഗോൾസ് ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സെറ്റ് ചെയ്യുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ബേസിക്കലി ബേസ്ഡ് ഓൺ എന്താണ്? എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആയിരിക്കും. ഗോൾസ് ഫിക്സ് ചെയ്യുക ഇന്റേണൽ എൻവയോൺമെന്റ് ബേസ്ഡ് ഓൺ ഇന്റേണൽ എൻവയോൺമെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുക എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ബേസ് ഓഫ് ദി ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഗോൾസ് ഫിക്സ് ചെയ്യുക ഇന്റേണൽ എൻവയോൺമെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇനി പറയാനുള്ള ഒരു ചെറിയൊരു കൺസെപ്റ്റ് കൂടെയാണ് സ്ട്രാറ്റജിക് ഇന്റന്റ്. സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ ഇന്റൻഷൻ ഓഫ് ദി കമ്പനി. ഒരു കമ്പനി അതിന്റെ റിസോഴ്സസും എന്താ പറയാ അതിന്റെ ടൈമും ഏറ്റവും കൂടുതൽ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ സ്പെൻഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്ട്രാറ്റജിക് ഇന്റന്റ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞത്. It refers to the intention of the company when it aggressively pursues an ambitious strategic objective and concentrates its full resources and action on achieving that objective. അതായത് സ്ട്രാറ്റജിക് ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ എല്ലാ റിസോഴ്സസും, ടൈം ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ഫണ്ട് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു ഗോളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്ട്രാറ്റജിക് ഇന്റൻഷൻ എന്ന് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ നൗ Muzammil told your vision is to become a financial analyst in a leading football club. You are spending most of your time to reach into that position. You are using most of your resources to reach into that position. You are putting all your effort into reaching that position. അതായത് 24 മണിക്കൂറിൽ ഒരു 14 മണിക്കൂറും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 10 മണിക്കൂറും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്ട്രാറ്റജിക് ഇന്റൻഷൻ എന്ന് പറഞ്ഞത്. ഒരു കമ്പനിയുടെ സ്ട്രാറ്റജിക് ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ കമ്പനിയുടെ വിഷനാണ്. ആ കമ്പനി എന്താണ്? അതിന്റെ ഭൂരിഭാഗം റിസോഴ്സസും ആ കമ്പനിയുടെ ഫുൾ എഫേർട്സും ഈ ഒരു വിഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്ട്രാറ്റജിക് ഇന്റന്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇന്റൻഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ആവുമ്പോൾ എന്താണ്? ആ കമ്പനി ആയിരിക്കും എപ്പോഴും എന്താവുക? മാർക്കറ്റ് ലീഡർ ആവുക. ആ കമ്പനിനെ കോമ്പീറ്റ് ചെയ്യാനുള്ള കമ്പനീസ് എന്തായിരിക്കും? കുറവായിരിക്കും. ആ കമ്പനീസ് ആയിരിക്കും മാർക്കറ്റിൽ പുതിയ ടെക്നോളജീസും ചേഞ്ചസും കൊണ്ടുവരിക. ഇപ്പൊ ആപ്പിൾ ചെയ്യുന്ന പോലെ ആപ്പിളിന്റെ വിഷൻ എന്താണ്? ടു ചേഞ്ച് ദ പീപ്പിൾ ദ വേ പീപ്പിൾ ലീവ്. അതാണ് ആപ്പിളിന്റെ വിഷൻ. ടു ചേഞ്ച് ദ വേ പീപ്പിൾ ലീവ്. ആൾക്കാരുടെ ലൈഫിൽ മാറ്റം
റെഗുലർ ആയിട്ട് കൊണ്ടുവരിക. ദിസ് ഈസ് ദ വിഷൻ ഓഫ് ദ കമ്പനി ആൻഡ് വാട്ട് ദേ ആർ ഡൂയിങ്, ദേ ആർ കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ ദിസ് വിഷൻ, ഹൗ ടു മേക്ക് ചേഞ്ച് ഇൻ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ, ഹൗ ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്റ്റ്. Then we discussed about the difference between vision and mission. പിന്നെ ഇതിലൊരു ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് ഗോൾസും ഒബ്ജക്റ്റീവ്സും മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റത് ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് മെഷർ ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഗോൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് എന്താ പറയാ, ടോപ്പ് അല്ലെങ്കിൽ ചീഫ് ലെവൽ കമ്പനീസ് ആവണം, അല്ലെങ്കിൽ ടോപ്പ് പെർഫോമിംഗ് കമ്പനീസ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ജനറൽ ആയിട്ട് നമുക്ക് എന്താണ് ഗുഡ് കമ്പനി ആണെന്ന് പറയാം. ക്വാളിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഗോളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും ഞാൻ എടുക്കണുള്ളൂ. അപ്പൊ ഞാൻ ഈ മെറ്റീരിയൽ ഇന്ന് മൂസിൻ സാറിന് ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകരുത്. ഇവിടെ അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് വിഷൻ, എന്താണ് മിഷൻ, എന്താണ് ഗോൾ, എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് പർപ്പസ്. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ, വാട്ട് എ കമ്പനി വാണ്ട്സ് ടു ഓർ ഹൗ എ കമ്പനി വിൽ ലുക്ക് ലൈക്ക് ഇൻ ദെയർ ഫ്യൂച്ചർ. ഇതിനെയാണ് നമ്മൾ വിഷൻ എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാം നമ്മൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്, അതായത് ബെനിഫിറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, റിക്വയർമെന്റ്, ഇതാണ് തന്നിട്ടുള്ളത്. ഇത് വായിച്ചു നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തത് മിഷൻ എന്താണെന്നാണ്. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയറക്ഷൻ ആണ്. എന്താണ് ഡയറക്ഷൻ ഉള്ളത്, ഡയറക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാട്ട് വി ആർ and who we are currently, what business we are doing, and currently who are we or who we are in the market. ഈ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഫിലോസഫിയും എന്തൊക്കെയാണ്, ഇതിനെയാണ് മിഷൻ എന്ന് പറഞ്ഞത്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പർപ്പസ് എന്ന് പറഞ്ഞത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജനറൽ ടാർഗറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഡിസയർ ചെയ്യുന്ന, എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോങ് ടേം ആയിട്ട് ഒരു കമ്പനി അച്ചീവ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഗോൾ എന്ന് പറഞ്ഞത്. ഗോൾ എപ്പോഴും ഇന്റേണൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഒബ്ജക്റ്റീവ് എപ്പോഴും എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഗോള് സ്പെസിഫിക് ആണ്, ഒബ്ജക്റ്റീവ് ജനറൽ ആണ്. ഗോള് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റീവ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്, സ്ട്രാറ്റജിക് ഇന്റൻഷൻ. സ്ട്രാറ്റജിക് ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇന്റന്റ്, സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇന്റൻഷനാണ് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് സ്ട്രാറ്റജിക് ഇന്റൻഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കമ്പനിയുടെ എല്ലാ റിസോഴ്സസും എന്തിലേക്ക് ഫോക്കസ് ചെയ്യുക, ആ കമ്പനിയുടെ വിഷനിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഫുൾ റിസോഴ്സസും അതിലേക്ക് അഗ്രസീവ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോട്ട് കൂടെ അയച്ചു തരാം, ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഡേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ അല്ലേ? ഈ 3-4 കോൺസെപ്റ്റും ക്ലിയർ അല്ലേ? പിന്നെ ഈ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനി ഡൗട്ട്സ്? Okay then, thank you.